അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2026 ഹജ്ജുമായി ബന്ധപ്പെട്ട് സൗദി ഗവൺമെന്റ് ഒരു പുതിയതായ ഒരു നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കർശനമായ നിയമമാണ്. അതായത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലോ പുറത്തോ ആയി ആരെങ്കിലും വീഡിയോ ചെയ്യുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 റിയാൽ പിഴ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ്. മാത്രമല്ല, അവൻ ആ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ അവന്റെ ഇനിയുള്ള കർമ്മങ്ങൾക്ക് അവനക്ക് അവസരമില്ല. അവന്റെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ള മഹാദുരന്തമാണ് അവനക്ക് ശിക്ഷയാണ് ലഭിക്കുന്നത്. അത് ഒരു നല്ല വിധിയാണ്, നല്ല ഒരു തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം എന്താണ്, ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മമാണ്. വെറും കാഴ്ചക്ക് വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയോ ആകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോ ഞാൻ കാണുകയാണ്, അതായത് തവാഫ് ചെയ്യുന്ന അവസരത്തിലും ഹജറുൽ അസ്വദിനടുത്ത് എല്ലായിടത്തും വീഡിയോ ചെയ്യാം, അതേ ഉദ്ദേശം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക, ഇതാണ് ഉദ്ദേശം. അപ്പോ ഇപ്രാവശ്യം വളരെ കർശനമാക്കിയിട്ടുണ്ട് എന്ന ബോർഡ് തന്നെയാണ് വെച്ചിട്ടുണ്ട്. ഇതിന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ ചെയ്യുക പാടില്ല എന്നതാണ്. അത് വളരെ നന്നായ ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരു നന്നായിട്ട് എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്യാൻ സന്തോഷമായി. ചില ആളുകൾ വീഡിയോ ഒന്നും പിടിക്കാതെ ഇങ്ങനെ നല്ല നിലക്ക് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കോട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഉണ്ടാവും ഇവന്റെ ഫോട്ടോ വേറെ ഒരാളെ മൊബൈലിൽ പകർത്തുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് അവരോട് പറയാന് അവർക്കുള്ള ചിലപ്പോൾ ഭാഷ അറിയൂല. അങ്ങനെയുള്ള പ്രതിസന്ധി ബേജാറുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട്. ചില ആള് ഫോട്ടോ എടുക്കും, ചില ആള് എന്നെ കാണരുത്, ഞാൻ എന്റെ ഈ അവസ്ഥകൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും. അവർക്കൊരു പ്രയാസമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക് കൃത്യമായി നന്മകൾ ചെയ്യാൻ അവർക്ക് ബോധമില്ല. ആ സമയത്തുള്ള ദിക്ർ ചെല്ലാൻ ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പോ ഈ നിയമം അവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നത് ഒരുപാട് നന്നായ നിയമമാണ്. അതായത് പിന്നെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലോ പുറത്തോ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയോ ചെയ്താൽ 10,000 കണക്കിന് റിയാൽ പിഴ നൽകിക്കൊണ്ട് അവന്റെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ള ഒരു ശിക്ഷ. ഇനി അത് മുതൽ ആ വീഡിയോ ചെയ്യുന്നത് മുതൽക്ക് അതിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കാതെ പോകുന്നു എന്ന ഒരു വിഷയമാണ് ഒരു വാട്സപ്പിലൂടെ ഇങ്ങനെ അതിന്റെ വിഷയങ്ങൾ ഇങ്ങനെ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നായിട്ട് ഹജ്ജും ഉംറയും ചെയ്യുവാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനും ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.